പ്രതിപക്ഷ ഉപനേതാവിനെ ചൊല്ലി സിപിഐഎം സിപിഐ തർക്കം രൂക്ഷമാവുകയാണ്. പിണറായി വിജയൻ സ്വരം കടുപ്പിച്ചതോടെ പ്രതിപക്ഷ ഉപനേതാവ് പദവിക്കുള്ള സാധ്യതകളും അടഞ്ഞു എന്ന് വേണം കരുതാൻ. കാണാം സ്പെഷ്യൽ റെസ്പോൺസ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മുഖ്യമന്ത്രി അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ 100ാം നാൾ പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന പതിവ് കേരളത്തിലുണ്ട്. അത് രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമാണ്. ഭരണപക്ഷം എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ വീഴ്ചകൾ വന്നു, എന്തൊക്കെ ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി, ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ തന്നെ 100 ദിന കർമ്മ പരിപാടികൾ പ്രഖ്യാപിക്കുന്നത്. എന്നാൽ അതുപോലെ തന്നെ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനവും വിലയിരുത്തപ്പെടും. പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു, ക്രിയാത്മകമായിരുന്നു, ഭരണപക്ഷത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ ഏതൊക്കെ തരത്തിൽ വിമർശിച്ചു, അല്ലെങ്കിൽ ഭരണപക്ഷത്തിൻ്റെ ഏതൊക്കെ തരത്തിലുള്ള പോക്കുകൾ വളരെയധികം പ്രശ്ന സങ്കീർണമായിരുന്നു, ഇതൊക്കെ വിലയിരുത്തേണ്ടത് പ്രതിപക്ഷമാണ്. ആ പ്രതിപക്ഷം ഇപ്പോൾ ചെറിയൊരു പ്രശ്ന പ്രതിസന്ധിയിലാണ്. അതായത് പ്രതിപക്ഷ ഉപനേതാവിനെ കണ്ടെത്തുന്ന കാര്യത്തിൽ. എന്തായാലും CPIM അവരുടെ നിലപാട് പ്രതിപക്ഷ നേതാവിലൂടെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. പ്രതിപക്ഷ ഉപനേതാവ് CPIMൽ നിന്ന് തന്നെ ഉണ്ടാകുമെന്ന്. അതായത് വ്യക്തമായ ഭാഷയിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് സ്പീക്കർക്ക് കത്ത് കൊടുക്കേണ്ട ഒരു ജോലി മാത്രമാണ് ആരാണ് പ്രതിപക്ഷ ഉപനേതാവ് എന്ന് പറയുന്ന കാര്യത്തിൽ. ഇത്രയും വ്യക്തമായി പറഞ്ഞിരിക്കുന്നതോടുകൂടി തന്നെ CPI പൂർണ്ണമായും വെട്ടിലായി കഴിഞ്ഞിരിക്കുകയാണ്. കാരണം CPI വലിയ പ്രതീക്ഷയോടുകൂടി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം വന്നതിന് ശേഷം ഏറ്റവും ആദ്യം ദിവസം മുതൽ തന്നെ ഉന്നയിക്കുന്ന ആവശ്യമായിരുന്നു പ്രതിപക്ഷ ഉപനേതാവ് പദവി. പക്ഷേ CPIM അത് വിട്ടു നൽകില്ല എന്ന് എന്തായാലും കൃത്യമായി പ്രതിപക്ഷ നേതാവിലൂടെ തന്നെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് കേട്ടപാടെ തന്നെ CPIയുടെ നേതാവ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്തെത്തി. ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്തതായിരുന്നു അദ്ദേഹം, അല്ലെങ്കിൽ പിണറായി വിജയൻ പറഞ്ഞ വാക്കുകൾ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്തതായിരുന്നു. അദ്ദേഹത്തിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു മറുപടി എന്നൊക്കെയായിരുന്നു ബിനോയ് വിശ്വം പറഞ്ഞത്. ഇതോടെ CPIയും വല്ലാത്ത തരത്തിൽ പ്രതിസന്ധിയിലായി. ഇനി എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്, എങ്ങനെയാണ് പ്രതിപക്ഷ ഉപനേതാവ് പദവിക്ക് വേണ്ടിയുള്ള മുന്നോട്ടുള്ള പോക്ക് എങ്ങനെ വേണം, ഇത്തരം കാര്യങ്ങളൊക്കെ CPIയും ആലോചിച്ചു തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ഇടതുമുന്നണി യോഗത്തിൽ CPI പ്രതിപക്ഷ ഉപനേതാവ് പദവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തില്ല. എല്ലാം പിന്നീട് രമ്യമായി പരിഹരിക്കപ്പെടും എന്ന പ്രതീക്ഷയായിരുന്നു CPIക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ അതിനു മുമ്പ് തന്നെ പലതവണ പല രീതിയിൽ പല ആവർത്തി CPIM വ്യക്തമായി പറഞ്ഞിരുന്നു പ്രതിപക്ഷ ഉപനേതാവ് പദവി യാതൊരു കാരണവശാലും മറ്റ് ഒരു ഘടകകക്ഷിക്കും വിട്ട് നൽകില്ല എന്ന് പറഞ്ഞാൽ വ്യക്തമായി പറഞ്ഞു പ്രതിപക്ഷ നേതാവിൻ്റെ പദവിയും ഉപനേതാവിൻ്റെ പദവിയും CPIMൻ്റെ കയ്യിൽ ഭദ്രമാണ് എന്നുള്ള സൂചന തന്നെ നൽകിയിരുന്നു. പക്ഷേ അത് മനസ്സിലാക്കാതെ CPI ഇപ്പോഴും പ്രതിപക്ഷ ഉപനേതാവ് പദവി എന്ന ആവശ്യവും ഉന്നയിച്ച് പിന്നാലെ കൂടിയിട്ടുണ്ട്. എന്തായാലും LDF കൺവീനർ തന്നെ CPIയുടെ ആസ്ഥാനത്തെത്തുന്നു, വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു. വ്യക്തമായ ഒരു മറുപടി നൽകാതെ അദ്ദേഹം മടങ്ങി. കഴിഞ്ഞ ഇടതുമുന്നണി യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തില്ല. പക്ഷേ ഇപ്പോൾ CPIയുടെ ചില നേതാക്കന്മാർ പറയുന്നത് ഇടതുമുന്നണിയിലെ ഏറ്റവും മുതിർന്ന പാർട്ടി, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള പാർട്ടി എന്ന നിലയ്ക്ക് CPIM ചില അധികാരങ്ങൾ അനാവശ്യമായി പ്രയോഗിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് പ്രതിപക്ഷ ഉപനേതാവ് പദവി ലഭിക്കാത്തതെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഇനി എന്തായാലും ഇക്കാര്യത്തിൽ ഒരു ചർച്ച ഉണ്ടാകില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിൻ്റെ പ്രഖ്യാപനത്തിലൂടെ CPIയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കും. കാരണം പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ഒന്നടങ്കം ആവശ്യപ്പെടുന്ന ഒന്നാണ്, അല്ലെങ്കിൽ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ഒന്നടങ്കം ആവശ്യപ്പെടുന്നതാണ് പ്രതിപക്ഷ ഉപനേതാവ് പദവി. ആ പദവിക്കപ്പുറം മറ്റൊന്നും അവർക്ക് വേണ്ട. അത് മാത്രവുമല്ല, ആ പദവി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവരിനി അടുത്തത് എന്ത് തീരുമാനത്തിലേക്ക് കടക്കും എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞിരുന്നു പ്രത്യേക ബ്ലോക്കായി നിയമസഭയിൽ ഇരിക്കും എന്നൊക്കെ. പക്ഷേ അതൊന്നും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ അല്ല. CPIM മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ CPI അംഗീകരിക്കാൻ സാധ്യത ഉണ്ടാകാം.
അതല്ലെങ്കിൽ ചില ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാൻ ഇടയാകും. എന്നിരുന്നാൽ തന്നെയും CPIയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഈ പ്രതിപക്ഷ ഉപനേതാവ് പദവി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്കകത്ത് വലിയ തരത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കും. മാത്രവുമല്ല, ആ ചർച്ചകൾ അവസാനം ചെന്നെത്തുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ അടുത്തേക്കായിരിക്കും. കാരണം CPIക്ക് അകത്ത് തന്നെ പ്രതിപക്ഷ ഉപനേതാവ് പദവി എന്ന ആവശ്യം ഉന്നയിച്ച് മുന്നോട്ട് വരുന്ന ഒരുപാട് നേതാക്കളുണ്ട്. കാരണം ആ പദവി വ്യക്തമായും CPIക്ക് വേണം എന്ന് തന്നെയാണ് CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത്. അത് വിട്ടു നൽകിയില്ല എന്നുണ്ടെങ്കിൽ പാർട്ടിക്കകത്ത് തന്നെ ചില തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. എന്തായാലും വരാൻ പോകുന്ന അടുത്ത ഇടതുമുന്നണി യോഗം ഉടനൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അതിനു മുമ്പ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് രണ്ട് പാർട്ടികളും ഇപ്പോൾ ആലോചിക്കുന്നത്. എന്തായാലും CPIM ഇനി പ്രതിപക്ഷ ഉപനേതാവ് പദവിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് CPIയുടെ അടുത്തേക്ക് പോകാനുള്ള സാധ്യത ഇല്ല. ആ വാതിൽ അടഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തമാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിൻ്റെ പ്രഖ്യാപനത്തിലൂടെ. ഇനി CPI ആണ് നീക്കങ്ങൾ നടത്തേണ്ടത്. അവരുടെ ദേശീയ നേതൃത്വം എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ ഏത് വഴിക്ക് നീങ്ങാനാണ് പറയുന്നത് എന്നുള്ളതൊക്കെ പിന്നീട് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. PM ശ്രീ പദ്ധതിയുടെ കാര്യത്തിലും CPI വല്ലാതെ ഇടഞ്ഞു നിന്നിരുന്നു അന്ന് ഭരണമുണ്ടായിരുന്ന സമയത്ത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഭരണമില്ല, അധികാരം നഷ്ടപ്പെട്ടു, വലിയ തരത്തിൽ പ്രതിപക്ഷ അംഗസംഖ്യ കുറവാണ്. കാരണം 102 പേർ ഭരണപക്ഷത്തിരിക്കുന്നു, ഇപ്പുറത്ത് വളരെയധികം അംഗസംഖ്യ കുറവുമാണ്. ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അത് വല്ലാത്ത തരത്തിൽ പാർട്ടിക്ക് ദോഷം ചെയ്യും എന്നറിയാം. അതുകൊണ്ട് തന്നെ CPI കൃത്യമായൊരു നീക്കം നടത്തും. അത് ഏത് തരത്തിലായിരിക്കും എന്നുള്ളത് പിന്നീട് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്തായാലും CPIയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിമാന പ്രശ്നമായിരുന്നു പ്രതിപക്ഷ ഉപനേതാവ് പദവി. അത് ഇനി ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് പാർട്ടിക്കകത്തെ പ്രധാന ചർച്ചയായി മാറാൻ പോകുന്നത്.